അസാധാരണമായ രാഷ്ട്രീയ നീക്കങ്ങളാണ് തമിഴ്നാട്ടിൽ സംഭവിക്കുന്നത്. ഡൽഹിയിലെത്തി അമിത്ഷായെ കണ്ടിരിക്കുകയാണ് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആലേക്കർ. തമിഴ്നാട്ടിൽ സർക്കാർ കാലാവധി തികയ്ക്കുമെന്നാണ് മുഖ്യമന്ത്രി ജോസഫ് വിജയ് പറയുന്നുണ്ടെങ്കിലും ഒരു അട്ടിമറി തമിഴ്നാട്ടിൽ സംഭവിക്കാം എന്നതിൽ യാതൊരു സംശയവുമില്ല. ടി.വി.കെ സർക്കാർ ഉടൻ വീഴുമെന്നാണ് പലരും പറയുന്നത്. എന്നാൽ സർക്കാർ 5 വർഷം തികയ്ക്കുമെന്ന് ഉറപ്പിച്ചു പറയുകയാണ് വിജയ്. എന്നാൽ വിജയ്ക്ക് വലിയ രീതിയിലുള്ള രാഷ്ട്രീയ കളികളൊന്നും തന്നെ അറിയാത്തതുകൊണ്ട് പലതരത്തിലുമുള്ള നീക്കങ്ങൾ തമിഴ്നാട്ടിൽ നടക്കുന്നുണ്ടെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ തന്നെ പറയുകയാണ്. മതേതരത്തിലും അഴിമതിക്കെതിരായ പോരാട്ടത്തിലും വിട്ടുവീഴ്ചയില്ലെന്നും ആണ് വിജയ് പറയുന്നത്. സർക്കാരിനെ പിന്തുണയ്ക്കുന്ന പാർട്ടികളുടെ യോഗത്തിലായിരുന്നു മുഖ്യമന്ത്രിയുടെ പരാമർശമുണ്ടായത്. ടി.വി.കെ സർക്കാരിനെ കാലാവധി പൂർത്തിയാക്കാൻ കോൺഗ്രസ് സഹായിക്കുമെന്ന് പി ചിദംബരം ഉറപ്പ് നൽകിയിരിക്കുകയാണ്. പിന്നാലെ കോൺഗ്രസിന് മുഖ്യമന്ത്രി നന്ദി പറയുന്നുണ്ട്. അതേസമയം അമിത്ഷായുമായി തമിഴ്നാട് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആലേക്കർ ഒരു കൂടിക്കാഴ്ച നടത്തിയത് വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. അതായത് തമിഴ്നാട്ടിലെ രാഷ്ട്രീയ സാഹചര്യമാണ് പ്രധാനമായി ചർച്ചയായത്. സെന്തിൽ ബാലാജി അടക്കം DMK മുൻ മന്ത്രിമാർക്കെതിരെ പ്രോസിക്യൂഷൻ അനുമതി ആവശ്യപ്പെട്ടുള്ള സർക്കാർ കത്ത് ചർച്ച ആയതിനാലാണ് സൂചന. തമിഴ്നാട്ടിൽ വിജയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിനെ അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്ന പരാതിയിൽ 3 പേരെ അറസ്റ്റ് ചെയ്തതിൽ കടുത്ത ആരോപണമായി ടി.വി.കെ രംഗത്തെത്തിയിരുന്നു. സർക്കാരിനെ വീഴ്ത്താനുള്ള DMKയുടെ നീക്കം രഹസ്യാന്വേഷണ വിഭാഗം തകർത്തത് ടി.വി.കെ നേതാക്കൾ അവകാശപ്പെടുകയാണ്. 35 കോടി വരെ MLA-മാർക്ക് വാഗ്ദാനം ചെയ്തായിരുന്നു നീക്കം നടത്തിയതെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. ടി.വി.കെ MLA-മാരെ പാർട്ടിയിൽ നിന്നും രാജിവെപ്പിക്കുന്നതിനായി 35 കോടി രൂപ കോഴ വാഗ്ദാനം ചെയ്തു. അങ്ങനെയാണ് DMK ഒരു നീക്കം നടത്തിയത്. വാഗ്ദാനത്തിൽ വീഴാത്തവരെ ഭീഷണിപ്പെടുത്തിയതായും ടി.വി.കെ നേതാക്കൾ പറയുന്നുണ്ട്. ആകെ 15 ടി.വി.കെ MLA-മാരെ ലക്ഷ്യമിട്ടായിരുന്നു അട്ടിമറി നീക്കം നടന്നത്. ഇതിൽ 12 MLA-മാരെ പ്രതികൾ പലപ്പോഴായി ബന്ധപ്പെട്ടിരുന്നുവെന്നാണ് വ്യക്തമാക്കുന്നത്. വിജയ് നയിക്കുന്ന ടി.വി.കെ സർക്കാർ സംസ്ഥാനത്ത് അധികാരത്തിലെത്തി 2 മാസത്തിന് മുമ്പാണ് ഇത്തരത്തിലൊരു ശ്രമം നടന്നത്. സർക്കാരിനെ താഴെയിറക്കാൻ 15 ടി.വി.കെ MLA-മാരെ രാജിവെപ്പിക്കാനുള്ള നീക്കമാണ് നടന്നതെന്നാണ് സംസ്ഥാന ഇന്റലിജൻസ് കണ്ടെത്തിയത്. ഉത്തങ്കരായ് മണ്ഡലത്തിലെ ടി.വി.കെ MLA N ഇളയരാജ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് സംഭവം പുറത്തുവന്നത്. IPDS എന്ന കൺസൾട്ടൻസി കമ്പനിയിൽ നിന്നും 35 കോടിയുടെ വാഗ്ദാനമാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. അന്വേഷണത്തിൽ കൺസൾട്ടൻസിയിലെ ജീവനക്കാരനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ടി.വി.കെ നേതാവും തമിഴ്നാട് നിയമസഭാ സ്പീക്കറുമായ JCD പ്രഭാകരനെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരണമെന്നതായിരുന്നു MLA-യോട് പണം വാഗ്ദാനം ചെയ്തവർ ആവശ്യപ്പെട്ടത്. എന്തായാലും ഒരു അട്ടിമറി നീക്കം തമിഴ്നാട്ടിൽ നടക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കൂടാതെ തന്നെ ഇപ്പോൾ അണ്ണാമലൈ പുതിയൊരു പാർട്ടി ഉടൻ തുടങ്ങാനായിട്ട് നിൽക്കുന്നുണ്ട്. കൂടാതെ അണ്ണാമലൈ പുതിയൊരു പാർട്ടിയിലേക്ക് പ്രവേശനം നടക്കുമ്പോൾ അല്ലെങ്കിൽ പുതിയൊരു പാർട്ടി തുടങ്ങുമ്പോൾ അത് ടി.വി.കെയും അണ്ണാമലയും തമ്മിലുള്ള ഒരു യുദ്ധമായി മാറും. കൂടാതെ BJP ഡൽഹിയിൽ ഇരുന്നുകൊണ്ട് കരുക്കൾ നീക്കുന്നുണ്ട്. എന്തായാലും തമിഴ്നാട് പിടിച്ചടക്കുമെന്ന് BJP ഉറപ്പിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇനി വരുന്ന വർഷങ്ങളിൽ തമിഴ്നാട് BJP ഏത് രീതിയിൽ പിടിച്ചെടുക്കാനുള്ള ഓരോ തന്ത്രങ്ങളും ഡൽഹിയിൽ ഇരുന്നു കൊണ്ട് തന്നെ അമിത്ഷായും മോദിയും ഉൾപ്പെടെയുള്ളവർ തന്ത്രം മെനയുന്നുണ്ട്.